ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും മരുന്നുകൾക്കും ചെറിയ അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെയുള്ള ചെറിയ ആകാശ യന്ത്രങ്ങളാണ് ഡ്രോണുകൾ എന്ന ധാരണയൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ് ലോകം. ആ ധാരണ തിരുത്തിയത് ഉക്രൈൻ റഷ്യ യുദ്ധമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഉക്രൈനിൽ നിന്നും 2500 കിലോമീറ്റർ അകലെയുള്ള സൈബീരിയൻ മേഖലയിലെ റഷ്യൻ വ്യോമ താവളത്തിൽ ഉക്രൈന്റെ ഡ്രോണുകൾ ചെന്ന് കനത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോഴാണ് ഡ്രോണുകൾ കൊണ്ടുള്ള അനന്ത സാധ്യതകൾ ഇങ്ങനെയുമുണ്ടെന്ന് ലോകത്തെ മിക്ക സൈനിക ശക്തികളും തിരിച്ചറിഞ്ഞത്. തങ്ങളുടെ വിദൂര മേഖലയിലുള്ള ഒരു വ്യോമത്താവളം, ഒന്നിലധികം വ്യോമത്താവളങ്ങളുണ്ട്. അതിൽ പല വ്യോമത്താവളങ്ങളും ഇങ്ങനെ ഡ്രോണുകൾ തകർത്തതിൽ ഞെട്ടിയത് റഷ്യൻ സൈന്യമാണ്. ഇസ്രായേലിലെ ഡ്രോണുകൾ ഇറാന്റെ ഉള്ളിൽ കടന്ന് അവിടെ നിന്നും പറന്നുയർന്ന് ഇറാന്റെ മുതിർന്ന 3 സൈനിക മേധാവികളെയാണ് വകവരുത്തിയത്. ഇതെല്ലാം ചെന്ന് ഇടിച്ചിറങ്ങി സ്ഫോടനമുണ്ടാക്കി നശിക്കുന്ന ഡ്രോണുകൾ. 1 വർഷം മുമ്പ് ഇതേ തരം ഡ്രോണുകളാണ് അമേരിക്ക ഇറാനിലെ അവിടുത്തെ തീവ്രവാദ നേതാവെന്ന് മുദ്രകുത്തിയ 1-2 പേരെ കൊല്ലാനായി ഉപയോഗിച്ചത്. അതെന്ന് വാർത്തകളിലൊക്കെ വ്യക്തമായി വന്നതാണ്. അപ്പൊ ഡ്രോണുകൾ എന്നാൽ ഇപ്പോൾ വെറും ഡ്രോണുകളല്ല, ആളില്ലാ വിമാനങ്ങൾ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുമപ്പുറം മിസൈൽ വിക്ഷേപിക്കാൻ കഴിവുള്ള പ്രിസിഷൻ ഗൈഡഡ് ഡ്രോണുകൾ, അതാണെന്ന് ലോകത്തെ സൈനിക ശക്തികളുടെ ഇഷ്ടപ്പെട്ട ആയുധം. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നും തുർക്കിയുടെ ഡ്രോണുകൾ ചീറിയെടുത്തതും ഇന്ത്യയുടെ പ്രതിരോധ മിസൈലുകൾ അവയെ തകർത്തെറിഞ്ഞതുമൊക്കെ നാം കണ്ടതാണ്. ഇപ്പോൾ ഇതിനൊക്കെ ഇനി അത്തരമൊരു ഡ്രോൺ ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ വ്യക്തമായൊരു മറുപടി നൽകാനായി ഇന്ത്യയും അത്തരമൊരു മികച്ചൊരു പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുന്നു. ഖാദക് എന്ന ഡ്രോണിൽ നിന്നും ഒരു പ്രിസിഷൻ ഗൈഡഡ് ULPGM-3 എന്ന മിസൈൽ വിക്ഷേപിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ആ വിജയം ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയെ ഡ്രോൺ മിസൈൽ വിക്ഷേപണത്തിൽ ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഭാരം കുറഞ്ഞ കൃത്യതയാർന്ന വിവിധ പ്ലാറ്റ്ഫോമിൽ നിന്നും ആക്രമണം അയച്ചുവിടാൻ കഴിവുള്ള ഡ്രോണുകൾ, സ്റ്റെൽത്ത് കഴിവുണ്ടവയ്ക്ക്, അതായത് റഡാറുകളെ വെട്ടിച്ച് പോയി ആക്രമണം നടത്തും. ഈ ആളില്ലാ വിമാനങ്ങളുടെ കൂടുതൽ വികസനത്തിനൊരുങ്ങുകയാണ് DRDO. ഏതാണ്ടൊക്കെ പൂർത്തിയും കഴിഞ്ഞു. രാത്രിയും പകലും ഒരുപോലെ ശത്രുലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ടെന്നതാണ് ഈ V3 മിസൈൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ കഴിവ്. തദ്ദേശീയമായ ഈ VLPGM-V3 മിസൈലുകൾ ഇന്ത്യക്ക് തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ നേരത്തെ വികസിപ്പിച്ചെടുത്ത V2 മിസൈലുകളുടെ അടുത്ത വെർഷനാണിത്. മിസൈലുകൾ വർഷിക്കുക മാത്രമല്ല, ഈ ആളില്ലാ വിമാനങ്ങൾ തങ്ങൾക്കെതിരെ വരുന്ന പ്രതിരോധ മിസൈലുകളെ തിരിച്ചറിയുകയും ഒന്നുകിൽ അവയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി തിരികെ വരികയോ ഒക്കെ ചെയ്യാൻ കഴിവുള്ളവയാണ്. സ്വയം നിയന്ത്രിതമായ ഓട്ടോണോമസ് കഴിവുള്ള മിസൈലുകൾ, അതും സ്റ്റെൽത്ത് ശേഷിയുള്ളത്. കരയിൽ നിന്നും ആകാശത്തു നിന്നും ഒക്കെ ഇത് പ്രവർത്തിപ്പിക്കാം. കപ്പലിൽ നിന്നുമൊക്കെ ഇത് അനായാസേന പ്രവർത്തിപ്പിക്കാനാകും. യുദ്ധക്കപ്പലുകളിൽ മൈലുകൾ സഞ്ചരിച്ച് അവിടെ നിന്നും ഇതിനെ പറന്നുയർത്തി അതിർത്തിക്ക് അപ്പുറത്തേക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാനും സാധിക്കുമെന്നതാണ് ഈ ഡ്രോണുകളെ കണ്ടതിൽ മറ്റൊരു മേന്മ. ഇന്ത്യയുടെ ഡ്രോൺ ടെക്നോളജിയും സ്റ്റെൽത്ത് ടെക്നോളജിയും ഒക്കെ ഒരുമിച്ച് ചേർത്തുന്ന ഒരു വികസന പ്രക്രിയയാണ് ഇപ്പോൾ DRDO വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നത്. ശത്രു മിസൈലുകളെ പ്രതിരോധിക്കുന്ന മിസൈലുകൾ, ഭാരം കൂടിയ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇവയൊക്കെ വഹിക്കാൻ ശേഷിയുള്ള ആളില്ലാ ഖാദക് ഡ്രോണുകളാണ് ഇപ്പോൾ DRDO വികസിപ്പിച്ചതും. ആ ഡ്രോണുകളിലേക്കാണ് ഇപ്പോൾ പ്രത്യേകം V2, V3 മിസൈലുകൾ ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നത്. റഷ്യയിൽ ഉക്രൈൻ ഡ്രോണുകൾ ഇടിച്ചിറക്കി സ്വയം നശിക്കുന്നത് പോലെ അല്ല, ശത്രുലക്ഷ്യക്കെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ശേഷം തിരികെ ബേസിലേക്ക് വരുന്ന ഇന്ത്യയുടെ ആളില്ലാ വിമാനങ്ങൾ. അതാകും ഇനി മുതൽ അതിർത്തിക്കിപ്പുറത്തു നിന്നുമുള്ള ഇന്ത്യയുടെ മറ്റൊരു കരുത്ത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച